അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു 2 റോസയും ഒരു മെലസ്റ്റോമയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ഒരു 11 മണിയോട് അടുത്തേ. അങ്ങനെ ഞാൻ ഈ ചെറിയ ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ പാലായിൽ അപ്പച്ചിയുടെ വീട്ടിൽ കയറിയപ്പോഴേക്കും കുറച്ച് ചെടികൾ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഈ ഒരു ടൈമിൽ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കമ്പും കൂടെ. അപ്പോൾ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കമ്പോസ്റ്റിനകത്തുള്ള മണ്ണ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാദാ മണൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സവാള തൊലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. എന്നിട്ട് ആ ഒരു ചെറിയ ചെടിയുടെ സൈഡിലൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെടി നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് വിട്ട് പോരുമല്ലോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള മണ്ണും കൂടെ അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇത് ചെറിയ ചെറിയ ബട്ടൺ റോസസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു റോസും റെഡും പോലത്തെ ഒരു കളറും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറുമായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെലസ്റ്റോമയായിരുന്നു, അവിടെ വൈറ്റ് കളറും പിന്നെ നമ്മുടെ സാധാരണ കാണുന്ന ഒരു വയലറ്റ് കളറുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ വയലറ്റ് കളറ് മെലസ്റ്റോമയായിരുന്നു വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മോസ്റ്റ്ലി എല്ലാ പ്ലാന്റ് ലവേഴ്സും തന്നെ ഏത് പ്ലേസസിൽ പോയാലും അവിടെ കിട്ടുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അവർ കൂടുതലും അട്രാക്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഓരോ ചെടി കിട്ടുമ്പോഴും ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാനും ചേച്ചിയും അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചേച്ചിക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത് ചേച്ചി തരും. അതുപോലെ തന്നെ അമ്മയും കിട്ടുന്നത് എനിക്കും ചേച്ചിക്കും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരും കേട്ടോ. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഷെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ ചെടികളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 2 റോസസ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഒരെണ്ണം ഒരു ഓറഞ്ചും വൈറ്റും കൂടിയുള്ള 2 ഷെയ്ഡായിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് കളറ് നല്ല ചെറിയ ചെറിയ ഇതളായിട്ട് നിറയെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പേപ്പർ കട്ടിങ് പോലെയുള്ള റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഞാനൊന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ അലോവേര ജെല്ലിൽ മുക്കിയിട്ട് കുത്തി വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് ഇത്രയായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.